ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം മുമ്പാകെ നിരന്തരം ഈ ലോകത്തിനു വേണ്ടി നമുക്ക് വേണ്ടി അപേക്ഷ അണച്ച് കാലയവനികയിൽ മറഞ്ഞു പോയവരില്ലേ? നമുക്കളക്കാവുന്നതിനപ്പുറമാണ് അവർ നടന്ന വഴികളും അവർ നൽകിയ പ്രബോധനങ്ങളും. സത്യം പറഞ്ഞ പലതും ഉപേക്ഷിച്ചുള്ള യാത്രയായിരുന്നു അവരുടേത്. അവഹേളനങ്ങളുടെയും നിന്ദകളുടെയും മധ്യയാണ് അവർക്ക് ലഭിച്ച ആദരവുകളെല്ലാം. ഇന്ന് സകല വാങ്ങിപ്പോയ പുരോഹിതന്മാരെയും സഭ ഓർക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മെ വഴി നടത്തിയവരെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കാം. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വസ്തനായ ദാസൻ ഏത് സമയത്തും ഉണർവുള്ളവനായിരിക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ദ ഡ്രെഡ് എന്ന ഗ്രന്ഥത്തിൽ കീർക്കഗാർ ഇപ്രകാരം പറയുന്നു: മനുഷ്യനെ സംബന്ധിച്ച പല കാര്യങ്ങളും പ്രകൃതി അവനിൽ നിന്ന് മറച്ചു വെക്കുന്നുവെന്ന്. ഒരു സ്ഫടിക നിർമ്മിതമായ കൂട്ടിൽ മനുഷ്യനെ ഇരുത്തിയിട്ട് പ്രകൃതി അതിന്റെ താക്കോൽ എങ്ങോട്ടോ വലിച്ചെറിഞ്ഞെന്ന്. അങ്ങനെ മനുഷ്യനിൽ നിന്ന് മറച്ചു വെച്ച സംഗതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യുഗാന്ത്യത്തെ സംബന്ധിച്ച സമയം. ആ സമയം മനുഷ്യപുത്രന് പോലും അറിയില്ലത്രേ. അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം തന്നതാണ് നമുക്കുള്ളതെല്ലാം. എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം വരും. അതുകൊണ്ട് പരിഭവിക്കുവാനും കലഹിക്കുവാനും ഒന്നും നേരമില്ല. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്താണെങ്കിലും അത് വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് വിശ്വസ്തനായ ദാസ എന്ന വിളിക്ക് അർഹത ലഭിക്കുകയുള്ളൂ. ഭക്തകവി കബീർ പറഞ്ഞു, ഞാൻ ഏത് ജോലി ചെയ്താലും അത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഏത് ജോലി ചെയ്താലും അത് വിശ്വസ്തയോടെ ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് അലസതയുടെയും മടിയുടെയും ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത്? നാം ചെയ്യുന്നത് നശീകരണത്തിന് വേണ്ടിയാണോ നിർമ്മിതിക്ക് വേണ്ടിയാണോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് അലസതയുടെ ആ ഒരു ആത്മാവിനെ വെടിയണം. ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകണം. വിശ്വസ്തയോടെ കാര്യങ്ങൾ നിർവഹിക്കണം. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അലസതയോടെ, മടിയോടെ, അല്ലെങ്കിൽ തിന്മയോടെ, അശുദ്ധിയോടെ ഒക്കെ നമ്മൾ എത്രമാത്രം ആരാധിച്ചാലും ആ ആരാധന ദൈവം കേൾക്കുകയില്ല. അത് ഏത് കിളിനാദമായാലും ദൈവം അത് കേട്ടുകൊണ്ട് കരയും. നിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് ദൈവം കരയും. അതുകൊണ്ട് ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, മരണപര്യന്തം വിശ്വസ്തരാകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.